ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. വിശ്വാസവും പ്രാർത്ഥനയും അദൃശ്യമാണ്, പക്ഷേ അവ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്നു. ബുദ്ധൻ. കണ്ണാട കാണാത്ത കരുത്ത്, വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ഒരു കേരളക്കഥ. കെൻറ്റക്കഴുതു വിശ്വസത്തിന്റെയും പ്രാർത്ഥനയുടെയും ഓർക്കറളക്കഥ. കേരളത്തിന്റെ ഒളിഞ്ഞുകിടക്കുന്ന കുന്നിൻപുറങ്ങളിലൊന്നിൽ കാട്ടുപുഴയുടെ ഓളംപൊട്ടലിനു താഴെ ലക്ഷ്മി എന്ന കൊച്ചുമുട്ടുകാരി താമസിച്ചിരുന്നു. പട്ടിണിയും പ്രയാസവും നിഴലിച്ച ജീവിതമായിരുന്നു അവളുടേത്. അപ്പൻ കുടിയനും ഉപജീവനത്തിന് കൃത്യതയില്ലാത്തതും ആ കുടുംബത്തെ ദാരിദ്ര്യത്തിന്റെ കൊട്ടാരത്തിൽ തളച്ചിട്ടിരുന്നു. ഒരു മഴക്കാലത്ത് പുഴ കരകവിപ്പിച്ച് ഒഴുകിയെത്തി. ലക്ഷ്മിയുടെ ചെറിയ കുടിൽ ചിന്നിച്ചിതറി. സകലതും നഷ്ടപ്പെട്ട അവർ സങ്കടങ്ങളിൽ മുങ്ങി. ഭക്ഷണത്തിനും തണലിനും വഴിയില്ലാതെ അവൾ കരഞ്ഞു. ആ നിമിഷത്തിൽ ലക്ഷ്മിയുടെ അയൽപക്കത്തെ പുതിയ ഭഗവതി ക്ഷേത്രത്തിന്റെ മണിനാദം അവളുടെ ചെവിയിൽ തുളച്ചു. ഒരു നിർബന്ധത്തോടെ അവൾ അങ്ങോട്ടേക്ക് നടന്നു. ക്ഷേത്രത്തിന്റെ പൂമണിവാതിലിൽ വിറച്ചു നിന്ന ലക്ഷ്മിയെ കണ്ട് അവിടെയുണ്ടായിരുന്ന വൃദ്ധയായ ഒരു സ്ത്രീ അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കണ്ണീരും ദുഃഖവും നിറഞ്ഞ ലക്ഷ്മിയുടെ കഥ കേട്ടപ്പോൾ ആ അമ്മൂമ്മ അവളോട് പറഞ്ഞു, മോളെ, ദുഃഖിക്കണ്ട, നിന്റെ വിശ്വാസം ഒരു കാണാത്ത കരുത്ത് ആണ്. പ്രാർത്ഥന ഒരു നിശബ്ദ ചിറകു. അവ രണ്ടും ചേർന്നാൽ എത്ര അസാധ്യവും സാധ്യമാകും. ലക്ഷ്മി ശിവന്റെ മുന്നിൽ മുട്ടുകുത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. നഷ്ടമായതെല്ലാം തിരിച്ചുകിട്ടാൻ ഉള്ള ആഗ്രഹത്തേക്കാൾ ശക്തിയും ധൈര്യവും നൽകാനാണ് അവൾ പ്രാർത്ഥിച്ചത്. അന്ന് രാത്രി അവിടെ കിടന്നുറങ്ങിയ ലക്ഷ്മി സമാധാനത്തോടെ എഴുന്നേറ്റു. കണ്ണിൽ പ്രതീക്ഷ തിളച്ചുനിന്നു. പിന്നീട് ദിവസങ്ങളിൽ ലക്ഷ്മി കരച്ചിലിനു പകരം പ്രവൃത്തിയുടെ പാത സ്വീകരിച്ചു. കാട്ടിൽ കിട്ടുന്ന കായ, പഴങ്ങൾ ശേഖരിച്ച് പട്ടണത്തിൽ ചെന്ന് വിൽക്കാൻ തുടങ്ങി. ക്ഷേത്രത്തിലെ അന്നദാനത്തിൽ പങ്കെടുത്തു. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ആ ചെറിയ മുട്ടുകാരി ഒരു ചെറിയ വ്യാപാരം തുടങ്ങി. കഠിനാധ്വാനത്തിലൂടെയും ഒരിക്കലും കെട്ടടങ്ങാത്ത വിശ്വാസത്തിലൂടെയും സത്യസന്ധമായ പ്രാർത്ഥനയിലൂടെയും ലക്ഷ്മിയുടെ ജീവിതം മാറി. ഒരു ചെറിയ കുടിലിൽ നിന്നും അവൾ ശക്തമായ ഒരു വീട് പണിതു. കുടുംബത്തിന് സ്ഥിരതയും സന്തോഷവും നൽകി. ക്ഷേത്രത്തിലെ ദാനധർമ്മങ്ങൾക്കും സഹായപ്രവൃത്തികൾക്കും മുൻപന്തിയിലായി. ലക്ഷ്മിയുടെ കഥ കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ പ്രചരിച്ചു. വിശ്വാസവും പ്രാർത്ഥനയും കഠിനാധ്വാനവും ചേർന്നാൽ ജീവിതത്തിലെ കൊടുങ്കലുകൾ തരണം ചെയ്യാൻ കഴിയുമെന്ന തിരിച്ചറിവിന്റെ ചിറകായി അവൾ മാറി. വിശദീകരണം. കാണാത്ത കരുത്ത്. കഥയിൽ വിശ്വാസത്തെയും പ്രാർത്ഥനയെയും ഒരു കാണാത്ത കരുത്തായി ചിത്രീകരിച്ചിരിക്കുന്നു. നമ്മൾ അവയെ കാണാനോ സ്പർശിക്കാനോ കഴിയില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്താൻ അവയ്ക്ക് കഴിവുണ്ട്. പ്രവൃത്തിയുടെ പാത, പ്രാർത്ഥനയും വിശ്വാസവും പ്രധാനപ്പെട്ടു തന്നെയാണെങ്കിലും അവയ്ക്ക് ഒപ്പം കഠിനാധ്വാനവും ആവശ്യമാണ്. ലക്ഷ്മിയുടെ ജീവിതം ഇതിന് തെളിവാണ്. സ്വന്തം ശക്തി കണ്ടെത്തൽ. ദുരിതങ്ങളുടെ നടുവിലും ലക്ഷ്മി തളർന്നുപോകാതെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ശക്തിയെ കണ്ടെത്തി. വിശ്വാസവും പ്രാർത്ഥനയും ഒരു കൈതാങ്ങ് നൽകിയപ്പോൾ സ്വന്തം ഇച്ഛാശക്തിയും കർമ്മവും മറ്റേ കൈതാങ്ങ് ആയി. ദൈവം മനുഷ്യനെ സഹായിക്കുന്നത്. കഥയിൽ ശിവന്റെ പ്രതിമയുടെ മുന്നിൽ പ്രാർത്ഥിക്കുന്നതിലൂടെ ലക്ഷ്മിക്ക് ശക്തി ലഭിക്കുന്നു. ഇത് ദൈവം നേരിട്ട് സഹായിക്കുന്നു എന്നല്ല, നമ്മുടെ ആത്മവിശ്വാസവും കരുത്തും വർദ്ധിപ്പിക്കുകയും ശരിയായ ദിശ കാണാനും കർമ്മത്തിന് പ്രചോദനം നൽകുകയും ചെയ്യുന്നു എന്ന പ്രതീകാത്മകതയാണ്. മലയാളത്തിലെ പ്രത്യേകതകൾ. ലക്ഷ്മിയുടെ ജീവിതകഥ കേരളത്തിലെ പല തൊഴുതുകയറുകളിലും പുഴക്കടവുകളിലും പ്രസിദ്ധമായി. അവളുടെ വിജയം കണ്ട പല ദരിദ്ര കുടുംബങ്ങൾ നോക്കുകുത്തി. ലക്ഷ്മിയോ തന്റെ വിജയത്തിന്റെ രഹസ്യം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ എപ്പോഴും തയ്യാറായിരുന്നു. ക്ഷേത്രത്തിലെ അന്നദാനത്തിനു ശേഷം വൈകുന്നേരങ്ങളിൽ അവൾ ഇരിക്കും, ചെറിയ കുട്ടികളെ കൂട്ടി സ്വന്തം ജീവിതത്തിന്റെ കഥ പറയും. കടലിന്റെ ഓളങ്ങൾ സാക്ഷികളായി നടന്ന അപഹാരി, നഷ്ടം, പ്രാർത്ഥന, പുനർനിർമ്മാണം എന്നിവയുടെ കഥ. ഒരു ദിവസം ഗ്രാമത്തിലെ ഏറ്റവും ദരിദ്ര കുടുംബത്തിൽ നിന്നുള്ള മഹേഷ് എന്ന കുട്ടി ലക്ഷ്മിയുടെ അടുത്തുവന്നു. കണ്ണിലും വയറിലും കൊടിയ വിശപ്പ് മറയ്ക്കാതെ അവൻ ചോദിച്ചു, ചേച്ചി, ഞാനും ഇങ്ങനെ ജീവിക്കണോ? ആ ദൈവത്തോട് ഞാനും പ്രാർത്ഥിച്ചതല്ലേ? ലക്ഷ്മി മഹേഷിന്റെ തലയിൽ തലോടി. മോനെ, പ്രാർത്ഥന ഒരു വിത്ത് പോലെയാണ്. നീ നട്ടുപിടിച്ചാൽ മാത്രം മതി, മഴയും വെയിലും അതിനെ പരിപാലിക്കും. നീ കഠിനമായി പയറ്റണം, നല്ലതൊരു വിളവ് ലഭിക്കും. മഹേഷ് ലക്ഷ്മിയുടെ വാക്കുകൾ മനസ്സിൽ കോറിയിട്ടു. പിന്നീട് കിട്ടുന്ന ചെറിയ ജോലികൾ ചെയ്ത് കുടുംബത്തിന് കുഞ്ഞു തുണയായി. ലക്ഷ്മിയുടെ കൂടെ കരണ്ടി കയറി ചെറിയ വിൽപ്പനം തുടങ്ങി. ഓരോ രാത്രിയിലും ശിവന്റെ മുന്നിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. ക്രമേണ മഹേഷിന്റെ ജീവിതത്തിലും അനുഗ്രഹങ്ങൾ പെയ്തു. ഒരു കുടിൽ, ഭക്ഷണമേശയിൽ നിറഞ്ഞ പാത്രങ്ങൾ, കുടുംബത്തിന്റെ മുഖത്തെ പ്രത്യാശയുടെ പ്രകാശം. ലക്ഷ്മിയും മഹേഷും കേരളത്തിലെ ഗ്രാമങ്ങളിൽ ഒരു പ്രതീകമായി മാറി. അവരുടെ കഥകൾ പറഞ്ഞു നടന്നു. വിശ്വാസവും പ്രാർത്ഥനയും വെറും വാക്കുകളല്ല, പ്രവൃത്തിയുടെ ശക്തിയാണെന്ന് ഓർമ്മപ്പെടുത്തി.
ദൈവത്തിന്റെ കടാക്ഷവും നിന്റെ കഠിനാധ്വാനവും ചേർന്നാലേ അസാധ്യങ്ങൾ സാധ്യമാകൂ എന്ന് മലയാളികൾ ഓർത്തു. അങ്ങനെ ലക്ഷ്മിയുടെ കഥ നിരാശയുടെ ഇരുട്ടിൽ ഒളിച്ചിരിക്കുന്ന കണ്ണാട കാണാത്ത കരുത്തുകൾ കത്തിച്ചു, നൂറുകണക്കിന് ജീവിതങ്ങളെ പ്രകാശിപ്പിച്ചു. ജയ് ഹിന്ദ്. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.